Good morning to all of you. Today we are going to discuss about preparation of reconciliation statement taking financial profit as base profit. ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്ന് ആരംഭിച്ച് കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുന്ന സെക്കൻഡ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുക. ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തതിന് നേരെ വിപരീതമായിട്ടാണ് ചെയ്യുക. ആഡ് ചെയ്ത ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്ത ഐറ്റംസ് ആഡ് ചെയ്യുക. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് 1,37,000 ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസത്തിന് കാരണമായ ഐറ്റംസ് നൽകിയിട്ടുണ്ട്. കോസ്റ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് നൽകിയിട്ടില്ല. ആഡ് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഏത് പ്രോഫിറ്റിലേക്കാണോ നമ്മൾ എത്തുന്നത് അത് കോസ്റ്റിംഗ് പ്രോഫിറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നു. അതായിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ₹15,000 ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, ₹10,000 ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ $5,000 ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൂടുതലാണ്. അതായത് 10,000-ഉം 15,000-ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ₹5,000 ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് അത്രയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഇവിടെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞാണ് നിൽക്കുക. ആയതിനാൽ കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 16,000, കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 18,000 ആണ്. അതിൻ്റെ അർത്ഥം കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ 2,000 കൂടുതലാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുതലായതിനാൽ കോസ്റ്റ് അക്കൗണ്ട്സിൽ ₹2,000 കൂടുതലായതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലാണ്. കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ ഇതിൻ്റെ ഡിഫറൻസായ 2,000 ഡിഡക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കിനെ സംബന്ധിച്ചാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ 13,000, കോസ്റ്റ് അക്കൗണ്ട്സിൽ 12,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ ₹1,000 കൂടുതലാണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നതിനാൽ ഫൈനാൻഷ്യൽ ബുക്സിൽ കൂടിയിരിക്കുന്നതിനാൽ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. നമ്മൾ ആരംഭിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ്. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ ₹1,000 ലെസ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 17,000 ആണ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 20,000 ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 3,000 rupees കുറഞ്ഞാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും, കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലുമായിരിക്കും. നമ്മൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുന്നു. കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ ഐറ്റം 3,000 rupees ആഡ് ചെയ്യുക. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം UTI ₹1,000. ഇതൊരു പ്യുവർലി ഫൈനാൻഷ്യൽ ഇൻകം ആണ്. അത് ഫൈനാൻഷ്യൽ ബുക്സിൽ മാത്രമാണ് വരിക. അതുകൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും, കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവുമായിരിക്കും. നമ്മൾ ആരംഭിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ്. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടിയാണ് നിൽക്കുക. ആയതിനാൽ കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്താൻ ഈ 1,000 rupees ലെസ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ബട്ട് നോട്ട് പേയബിൾ ₹10,000. കോസ്റ്റ് അക്കൗണ്ട്സിൽ മാത്രം ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ഐറ്റം കോസ്റ്റ് ബുക്സിൽ മാത്രം വന്നിരിക്കുന്നതിനാൽ എക്സ്പെൻസ് ആയിട്ടാണ് കോസ്റ്റ് ബുക്സിൽ വന്നിരിക്കുക. നോഷണൽ എക്സ്പെൻസിൻ്റെ നേച്ചറിലുള്ളതാണ്. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ്, ഈ ഒരു എക്സ്പെൻസ് കോസ്റ്റ് ബുക്സിൽ മാത്രം വന്നിരിക്കുന്നതിനാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിലാണ് ആരംഭിക്കുക. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് കൂടിയ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കുറഞ്ഞ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുന്നതിനായി റെൻറ്റുമായി ബന്ധപ്പെട്ട 10,000 rupees ഡിഡക്റ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ചാർജ്ഡ് ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ₹80,000 ബട്ട് ₹75,000 റിക്കവേർഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ 5,000 rupees കൂടുതലാണ് ചാർജ് ചെയ്തിരിക്കുക. ഫൈനാൻഷ്യൽ ബുക്സിൽ 5,000 കൂടുതലാണ് എക്സ്പെൻസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഈ ഒരു ഐറ്റം കൊണ്ട് ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കുറവാണ്. നമ്മൾ ആരംഭിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നാണ്. കുറഞ്ഞ ഫൈനാൻഷ്യൽ പ്രോഫിറ്റിൽ നിന്നും കൂടിയ കോസ്റ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തുന്നതിനായി ഇൻഡയറക്റ്റ് ചാർജസിൻ്റെ 5,000 ആഡ് ചെയ്യുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഒപ്പം മെമ്മോറാണ്ടം റിക്കൺസിലേഷൻ അക്കൗണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അക്കൗണ്ട് ഫോമിലും പ്രിപ്പയർ ചെയ്യുക. ഈ പ്രോബ്ലം അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.